വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നൊരു വെനസ്ഡേ, ഇപ്പോൾ ഒരു 8:30 ആയി ഇവിടെ. പക്ഷേ ഇങ്ങനെ മൂടി ഇരിക്കും ഇവിടെ, തണുപ്പായതുകൊണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. ഇന്നിപ്പം വെയിലില്ല, ഇന്നിങ്ങനെ തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു, മൂടി ഇങ്ങനെ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ വീട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മൊത്തം ഇരുട്ടാ. ഞാൻ കാണിക്കാം, കണ്ട ഇങ്ങനെ മൂടല ഇവിടെ. അപ്പം ജോസ് ഓഫീസിൽ പോയി. ഇനിയിപ്പം ഇന്ന് ചില പരിപാടികളുണ്ട്. എന്തിന്, ഞങ്ങളുടെ വീട് മൊത്തം അലങ്കോലമായി കിടക്കുവാണ്. അപ്പം ഇന്ന് ക്ലീനിങ് ഒക്കെ ചെയ്യണം. അപ്പം ഇന്നിപ്പം കുറേ ക്ലീനിങ് ഒക്കെ ചെയ്യണം. എനിക്ക് തുണി അലക്കിയതെല്ലാം മടക്കി വെക്കണം. പിന്നെ ഇത് കിച്ചൻ്റെ പരുവം കണ്ടോ, ഈ ഏരിയ മൊത്തം എനിക്ക് ആക്ച്വലി അതൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനം അതാണ് വെളി വെച്ചിരിക്കുന്നത്. ഇപ്പം ക്ലീൻ ആയിരിക്കുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അകത്ത് വെക്കണം. പിന്നെ ഇങ്ങനെ പോകുന്ന എൻ്റെ പൂ കണ്ടോ, ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട് വാങ്ങിച്ചിരിക്കും. ഇതിന് എന്നാ പാമീസിയാണോ അങ്ങനെ കണ്ട പറയുന്നത്. എൻ്റെ വയറ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു. പാമീസിയോ എന്നാണ് പറയുന്നത്. എനിക്കിത് കുറേ ഇഷ്ടം. എനിക്ക് തോന്നുന്നത് ഇതെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ അമ്മയാണ്. മമ്മിയൊക്കെ ഇങ്ങനെ ഇസ്രായേലിൽ പോയ സമയത്ത്, ആ സമയത്ത് അവർ ഈ ഫ്രൂട്ട് കണ്ടിട്ട് കുറേ പേര് കഴിക്കാതൊക്കെ ഇരുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഒരാൾ പോയി ട്രൈ ചെയ്തപ്പോൾ ആദ്യം അവർ ഓർത്ത് ഇതെന്തോ തക്കാളിയാണ്. അതാണ് അവരാരും എടുക്കാനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ എല്ലായിടത്തും ചെല്ലുന്നിടത്തെല്ലാം ഇവർ ഈ ഫ്രൂട്ട് കണ്ടിച്ച് നോക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അവർ ഓർത്ത് ഇത് എന്ത് സംഭവമാണ്, കഴിച്ച് നോക്കാമെന്ന് വെച്ചിട്ട് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവർക്ക് മനസ്സിലായത് ഒരു ഫ്രൂട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കുറേ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആ സമയത്ത് ഇന്ത്യയിൽ ഈ ഫ്രൂട്ട് വരാറില്ലായിരുന്നു. പിന്നെ മമ്മി ഇസ്രായേലൊക്കെ പോയി വന്ന് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആ ഏരിയയിൽ ഈ ഫ്രൂട്ട് പിന്നെയും വരാൻ തുടങ്ങി. പിന്നെയല്ല, ആദ്യമായിട്ട് വന്നു. പിന്നെ പറഞ്ഞു ഇതെന്ത് സാധനം, തക്കാളി പോലെ ഇരിക്കണം. അപ്പം മമ്മി ഇതെനിക്കറിയാം, ഇത് ഞങ്ങൾ ഇസ്രായേലിൽ പോയപ്പോൾ കഴിച്ച സാധനം, ഇത് വാങ്ങിക്കിത് നല്ല ടേസ്റ്റാന്ന് വെച്ചിട്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഭയങ്കര വിലയായിരുന്നു. അപ്പം ഞങ്ങൾ എനിക്കത് 2-3 വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴിച്ചപ്പോൾ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. പക്ഷെ ഭയങ്കര വില ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒത്തിരി ഒന്നും വാങ്ങിക്കാൻ പോയില്ല. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വാങ്ങിക്കാത്തുള്ളൂ. അപ്പം ഇവിടെ പിന്നെ ഈ ഫ്രൂട്ടിനൊക്കെ വില കുറവാണ്. അപ്പം പിന്നെ ഞാൻ ഈ ഫ്രൂട്ട് കുറേ വാങ്ങിച്ച് ഇങ്ങനെ വെക്കും. ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നുമ്പോഴത്തേക്ക് അതെടുത്ത് ചെത്തി കഴിക്കും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷം. ഇനിയിപ്പം ഞാൻ ഒരു പണി ചെയ്യട്ടെ, സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോകും. അപ്പം വേറെ എന്തും ചെയ്യുന്നതിന് മുമ്പ് വിശക്കുന്നു. അപ്പം ഇവിടെ ഞാൻ എപ്പോഴും കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ എന്താ ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് തീർക്കാൻ നോക്കത്തേ ഉള്ളൂ. അപ്പം ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചുകൊണ്ട് ഉണ്ടാക്കി തീർക്കും. അല്ലെങ്കിൽ പിന്നെ കുറേ ഭക്ഷണം വേസ്റ്റാകും. അത് എനിക്കും ഇപ്പം ഇഷ്ടമല്ല, ഭക്ഷണം എന്തെങ്കിലും വേസ്റ്റ് ആക്കുന്നത്. അപ്പം വേസ്റ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും അത് എടുത്ത് തീർക്കും. അപ്പം ഞാൻ ഓർത്തു ബീൻസ് എൻ്റെ അടുത്ത് തീർക്കുണ്ടായിരുന്നു. ഞാൻ ബീൻസും സ്പിനാച്ചും ഒക്കെ ഇട്ട് ഇങ്ങനെ ആക്കി, വേണ്ട ഇങ്ങനെ ആക്കി നല്ല സോസി അടിപൊളി പാസ്ത ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ വെളുത്തുള്ളിയും ചെത്തി ഇങ്ങനെ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അറിഞ്ഞൂടെ എങ്ങനെയാണ് ടേസ്റ്റ് വന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ സ്പിനാച്ച് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. ഇത് ബേബി പാലക്ക, ബേബി സ്പിനാച്ച് നല്ല ക്ലീനായി അവർ നല്ലപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവെ വാങ്ങിക്കുന്നത് ഇങ്ങനത്തെ ഫ്രഞ്ച് ബീൻസാണ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന. അപ്പം അങ്ങനെ, അപ്പോൾ അതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് എന്ന് പറയാം. എൻ്റെ ഓൾറൈറ്റ്, സോ ഫൈനലി ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഈറ്റ്. സ്പെഗറ്റി വിത്ത് എഗ്സ്. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സ് മാറ്റിയിട്ട് ഞാൻ മുട്ടയും കൂടെ ഉണ്ടാക്കി. എന്തെങ്കിലും ഒരു പ്രോട്ടീൻ ഇരിക്കട്ടെ എന്ന് വെച്ചോണ്ട്. ജോസ് ഇല്ലാത്തപ്പം ഞാനിവിടെ TV കണ്ട് എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ഞാനെപ്പോഴും ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ജോസ് ഉള്ളപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കും. എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്, എനിക്ക് ഇങ്ങോട്ടല്ലേ നോക്കണ്ടേ. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ കിട്ടുന്ന സമയം ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയം. എനിക്കിഷ്ടമുള്ള സാധനം ഉണ്ടാക്കി കഴിക്കാം, എനിക്ക് ഇഷ്ടമുള്ള ഷോസ് എനിക്ക് TV കാണാം. അപ്പം ജോസ് ഉള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ ജോസിന് ഇച്ചിരി പർട്ടിക്കുലറാണ് ഭക്ഷണ രീതിയിൽ. അപ്പം അവന് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അതും ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ജോസ് ഉള്ളപ്പോൾ ഞാനും ജോസും ഒരു 1/4 മണിക്കൂർ എന്തെങ്കിലും കാണുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാണണോ അത് കാണണോ, ഇത് കാണണോ അത് കാണണോ, ഒരിക്കലും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങളുടെ മൂവി ഷോസ് എന്തെങ്കിലും കാണണമെങ്കിൽ. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ച് കണ്ട് ആസ്വദിച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കാമല്ലോ. സോ ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ എനിക്ക്
ഇങ്ങനെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ അഥവാ ക്ലീൻ ചെയ്യണം, എന്തെങ്കിലും വൃത്തിയാക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണെങ്കിൽ എനിക്ക് ആ പണി ഒറ്റയടിക്ക് മൊത്തം എല്ലാം തീർക്കണം. എനിക്കിങ്ങനെ കുറേ മണിക്കൂറുകൾ ഇങ്ങനെ ഓരോരോ പണി ഇങ്ങനെ ചുരണ്ടി സമയം കളയാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ എല്ലാം ചടപടയെന്ന് തീർത്തിരിക്കണം. അപ്പോൾ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ ആ കാര്യങ്ങളെല്ലാം തീർക്കണം. അപ്പം എനിക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിരിക്കാനോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. അഥവാ ഞാൻ ഇരുന്ന് പോയാൽ പിന്നെ ഞാൻ ഡിസ്ട്രാക്റ്റ് ആയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ പിന്നെ ഞാൻ ആ പണി ചെയ്യാതെ അവിടെ തന്നെ വിടും. അപ്പോൾ അതിലും നല്ലത് എപ്പോഴും ഒറ്റയടിക്ക് തന്നെ ക്ലീനിങ്ങും വൃത്തിയാക്കലും എല്ലാം തീർന്നു കഴിഞ്ഞാൽ അന്നത്തെ കാര്യം തീരും. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ഹാക്കാണ് ഇതിപ്പോൾ. ഞാനെപ്പം കിച്ചൺ ക്ലീൻ ചെയ്ത് മൊത്തം കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനത്തെ റൂം ഫ്രഷ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൂം ഫ്രഷ്നർ പെർഫ്യൂം കാണും. അത് ഞാനിങ്ങനെ നല്ലൊരു തുണിയിൽ അടിച്ചിട്ട് മൊത്തം ടൈൽസിലും കൗണ്ടർ ടോപ്പിലും എല്ലായിടത്തും ഞാൻ ഇങ്ങനെ നല്ലപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ മണം ആ റൂമിലും എല്ലായിടത്തും നിൽക്കും. എനിക്കതിൽ ഒരു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. ഞാൻ താമസിക്കുന്ന വീടാണെങ്കിലും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമാണെങ്കിലും നല്ല മണമുള്ള, എപ്പോഴും നല്ല മണമായിരിക്കണം, എപ്പോഴും നല്ലൊരു ഫ്രഷ് മണമായിരിക്കണം. അപ്പോൾ ഈ മണത്തിനോടുള്ള ഒരു താല്പര്യം എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ എൻ്റെ ഈ സെക്ഷൻ ക്ലീനായി. കിച്ചൻ്റെ ഞാനൊരു സാധനം കാണിക്കട്ടെ. ഞാൻ എത്ര ആഴ്ചയായി എനിക്ക് തോന്നുന്നു, ഞാൻ ഇത് ഒക്ടോബർ 1st വീക്ക് ജോസ് എനിക്ക് വേണ്ടി ഈ ഒരു ബൊക്കെ കൊണ്ടുവന്നത്. ഈ പൂക്കളുടെ ഇതൊരു ബൊക്കെ പോലെ ആയിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് ഇട്ട് വെച്ചതാണ്. പൊതുവേ ഞാനിങ്ങനെ ബൊക്കെ ജ്യൂസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് 2 ആഴ്ച വരെ നിൽക്കത്തുള്ളൂ. അതിനുള്ളിൽ അത് വാടി ചത്തുപോകും. അപ്പോൾ ഇത് വാടാതിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കി ഇങ്ങനെ വേര് വന്നു, റൂട്ട്സ് ഉണ്ടായി വന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഇങ്ങനെ കിടക്കുമായിരിക്കും ഇനിയും. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെ വലിയ ഗാർഡനിങ് എക്സ്പേർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിന് എന്നാ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് വരെയായിട്ട് വാടിയിട്ടില്ല ഈ പൂ. അതുകൊണ്ട് ഞാനത് എപ്പോഴും എൻ്റെ കിച്ചൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക. അതവിടെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ മറ്റേ മാവേനെ കൊണ്ടിട്ടെ. വിശ്വസിക്കുന്നത് നമ്മുടെ വീടിനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എലിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഹോം ഡെക്കോർ ഐറ്റംസും ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്ത് പോയി 2-3 തണ്ട് പൂ പറിച്ച് ഒരു വാസിനകത്താക്കി പല വീടുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചാൽ വീടിൻ്റെ ഉള്ളൊരു ഭംഗി ആ രീതിയിൽ തന്നെ അത് എലിവേറ്റ് ആയിക്കോളും. പ്രത്യേകിച്ച് ഒരു ഫർണിച്ചർ പീസോ അല്ലെങ്കിൽ ഒരു ഹോം ഡെക്കോർ ഐറ്റം വാങ്ങിച്ച് കാശ് മുടക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ഏറ്റവും ബേസിക് ഇൻറ്റീരിയർ ഡെക്കോർ ടിപ്പാണ്. ഇങ്ങനെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോഴത്തേക്ക് എത്ര ചടപെടാൻ ഓരോരോ പണി തീരുന്നത്. പക്ഷേ എനിക്കിതൊരു 3-4 മണിക്കൂർ എടുത്തു ഇതെല്ലാം പണി തീർത്ത് ഇരിക്കാനായിട്ട് വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് പോലും എനിക്ക് തോന്നത്തുമില്ല. റെസ്റ്റ് ചെയ്യാൻ പോയാൽ പിന്നെ ആ പണി നടക്കത്തില്ല. അപ്പം ചടപെടയെന്നെല്ലാം പണിയൊക്കെ തീർത്ത് വീട് മൊത്തം സ്ക്വീക്കി ക്ലീനായി വൃത്തിയായി വെച്ചപ്പോഴത്തേക്ക് സമാധാനമായി. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ആവശ്യമില്ലാത്ത കുറേ വേസ്റ്റുകളുണ്ടായിരുന്നു. ഇതിന് ഇവിടെ നിറച്ചും വീടിനകത്ത് ചെടികളും ഉണ്ടല്ലോ. അപ്പോൾ കുറേ ചെടിയൊക്കെ വാടിപ്പോകുന്നത് ജോസ് ഇങ്ങനെ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ കൂട്ടി വെക്കും. അത് എപ്പോഴെങ്കിലും ജീവൻ വെച്ച് വരുമെന്ന് ആലോചിച്ചുകൊണ്ട്. പക്ഷേ അതൊരിക്കലും ജീവൻ വെച്ച് വന്നിട്ടില്ല. ചത്ത് മൊത്തം പോയി അതിൻ്റെ മണ്ണൊക്കെ ഉണങ്ങി അവിടെ എല്ലാം വൃത്തിയിടാക്കി ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ കുറേ ഞങ്ങൾ വീട് മാറിയ സമയത്ത് ഞങ്ങൾ കുറേ ഓൺലൈൻ ഫർണിച്ചേഴ്സൊക്കെ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ജോസ് ഒരു ബീൻ ബാഗും വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്നും ഇങ്ങനെ കീറി പോയിട്ടുണ്ട്. അതപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതിൻ്റെ അകത്ത് തെർമോക്കോൾ ബോൾസ് എല്ലാം താഴെ വീണ് അവിടെ എല്ലാം വൃത്തികേടായിരിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് അത് കളന്ന് പറഞ്ഞു. ഇല്ല അത് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഇന്ന് തീരുമാനിച്ചു ഇത് എല്ലാം എടുത്തിട്ട് എനിക്ക് കളയണം. എന്തിനാ ഇരിക്കുന്ന ഏരിയ മൊത്തം വൃത്തികേടാണ്. ഇത് കണ്ട മൊത്തം തെർമോക്കോൾ ബോൾസും പിന്നെ ചെടിയുടെ കുറേ ഇലയും അതും ഇതൊക്കെ വീണ് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി പിന്നെ അത്രയും ഏരിയ ഞാൻ മൊത്തം വൃത്തിയാക്കി ക്ലീനാക്കി എടുത്തു. നമ്മുടെ വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനം, നമ്മൾ ഉപയോഗിക്കാത്ത സാധനം എടുത്ത് മാറ്റുമ്പോഴത്തേക്കും എത്ര വൃത്തിയാവും നമ്മളുടെ വീട്. എന്നിട്ട് എത്ര സ്പേസ് കിട്ടും. ആവശ്യമില്ലാതെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഉപയോഗിക്കാത്ത സാധനം വീട്ടിനകത്ത് നിറച്ച് വാങ്ങിച്ച് വെക്കുന്നതും ചുമ്മാ സ്പേസ് കളയുന്നതും. ഞാൻ എൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലോട്ട് മാറുമ്പോഴത്തേക്കും എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 50-60% സാധനം മാറ്റിയിട്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത സാധനം എല്ലാം നിങ്ങൾ ഡീക്ലട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രമേ പുതിയ വീട്ടിലോട്ട് കൊണ്ടുവരാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും ആ വീട് മൊത്തം ഈ സാധനങ്ങൾ നിറച്ച് വെച്ചിട്ട് അത് പിന്നെയും സ്പേസ്ലെസ് ആക്കി മാറ്റിക്കളയും.
അപ്പോൾ അങ്ങനെ അതെല്ലാം ഞാൻ താഴെ കൊണ്ടുപോയി വെച്ച് കളഞ്ഞു. അതിനിപ്പോൾ ട്യൂസ്ഡേ ആൾക്കാർ വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടി പോയായിരുന്നു. ഞാൻ എനിക്ക് ഇച്ചിരി വീട്ടിലെ സാധനങ്ങളൊക്കെ ഇച്ചിരി തീർന്നു പോയിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിക്കണമായിരുന്നു. എന്നിട്ട് കിച്ചണെല്ലാം ഒന്ന് അടുക്കി വെച്ചു. ഈ സാധനമെല്ലാം വാങ്ങിച്ചത് തിരിച്ച് അതിൻ്റെ സ്ഥലത്ത് വെച്ചാൽ പിന്നെ ആ പണി തീർന്നു കിട്ടും. ഞാൻ എൻ്റെ ഉള്ളി, വെളുത്തുള്ളി, കിഴങ്ങ്, ഇഞ്ചി ഇതൊക്കെ വെക്കുന്നത് എങ്ങനെയാണ്. എനിക്കിത് കുറേ ഇഷ്ടം. എനിക്ക് ബാസ്ക്കറ്റ് ഈയിടെ വാങ്ങിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഇതാണ് ബാസ്ക്കറ്റ് ഇങ്ങനത്തെ. അപ്പോൾ എനിക്കിങ്ങനത്തെ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഓപ്പണായി കിച്ചൺ കൗണ്ടറിലിരിക്കുന്ന ഭയങ്കര ഇഷ്ടം. എന്തിനാ ഇതൊക്കെ എല്ലാം കറിക്കകത്തും എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെ. അപ്പോൾ എപ്പോഴും എനിക്ക് ഫ്രണ്ടിൽ മുകളിൽ തന്നെ വേണം. തീരുമ്പോൾ എനിക്കത് പറയാനും പറ്റും ഇത് തീർന്നു, അപ്പോൾ ഉടനെ തന്നെ വാങ്ങിച്ച് നിറച്ച് വെക്കണമെന്ന് വെച്ചുകൊണ്ട്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നൊരു ഡിസൈൻ ആക്സസറി ആക്കി ഞാൻ മാറ്റി വെച്ചിരിക്കും. എന്നിട്ട് ഇത്രയും ഭംഗിയായിട്ടൊരു ബോളും പിന്നെ അതിൻ്റെ അകത്ത് കളർഫുൾ വെജിറ്റബിൾസൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു ഭംഗിയാണ് കാണാനായിട്ട് വേണ്ടി കിച്ചൺ കൗണ്ടർ ടോപ്പിൽ. അതിന് ശേഷം എനിക്ക് കഴിക്കാനുള്ള ഡിന്നർ എടുക്കുമായിരുന്നു. ഞാനൊരു തോർത്തി ഇച്ചിരി ഹുമൂസ് ഇച്ചിരി ക്യാരറ്റും മാത്രമാണ് കഴിച്ചതിന് എനിക്ക് ഒത്തിരി ഒന്നും കഴിക്കാൻ തോന്നിയില്ലായിരുന്നു. പിന്നെ ജോസ് എപ്പോഴും ഡിന്നറിന് 4 ബോയിൽഡ് എഗ്സാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഡിന്നർ ആക്ച്വലി ഞങ്ങളുടെ ലൈറ്റാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഡിന്നർ. ജോസ് ഈ സമയത്തിൽ വന്നിട്ട് കുളിക്കാനൊക്കെ കയറി. അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ മുട്ട ബോയിൽ ചെയ്തൊക്കെ വെക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴും ജോസ് എൻ്റെ കൂട്ടത്തിൽ ഇല്ല. എന്തിനും ജോസിന് ഇച്ചിരി കഴിഞ്ഞിട്ട് മതി എന്നാണ് ഡിന്നറിന് പറഞ്ഞ്. എനിക്ക് ആ സമയത്ത് വിശന്നായിരുന്നു. അപ്പോൾ ഞാനിരുന്ന് കഴിക്കുക. അപ്പം ഞങ്ങളുടെ ഇതിൽ ഇങ്ങനെ ഞങ്ങൾ ഒരാൾ വരാനായിട്ട് വേണ്ടി നോക്കിയൊന്നും ഇരിക്കത്തൊന്നുമില്ല. ആർക്ക് വിശക്കോ അവരുടെ അടുത്ത് കഴിക്കുക. പിന്നെ ചില സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ. അപ്പം ആർക്ക് വിശക്കോ അവരുടെ അടുത്ത് കഴിക്കുക. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി പണിയുണ്ടായിരുന്നു ചെയ്ത് തീർക്കാനായിട്ട് വേണ്ടി. ആ സമയത്ത് ഞാൻ ആ പണിയൊക്കെ ചെയ്ത് തീർത്തു. ജോസ് ഈ സമയത്തിനുള്ളിൽ ഉറങ്ങി. ഞാൻ ജോസിനോട് പറഞ്ഞു എൻ്റെ വീഡിയോ വന്നൊരു ഹായ് പറയാനായിട്ട് വേണ്ടി. പക്ഷേ ഇപ്പം മുഖം കാണിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉറപ്പായിട്ടും അടുത്ത ഏതെങ്കിലും വീഡിയോസിലൊക്കെ ജോസ് ഇടയ്ക്ക് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് കാണിക്കുന്നതായിരിക്കും. എന്നോട് കുറേ പേര് പറഞ്ഞു ജോസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം വീഡിയോയിൽ. നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഹോം ഓർഗനൈസിങ്, ക്ലീനിങ്, കാം, സിമ്പിൾ, ലോൺ ഡേ എന്ത് വേണേൽ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടികൾ. ഞാൻ അങ്ങനെ എല്ലാം പണി തീർത്തിട്ട് ഉറങ്ങാൻ പോവാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കുറേ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പ് ഇഫ് യു ലൈക്ക് മീ ആൻഡ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ബൈ.